നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ കൊറോണയുടെ കാലമൊക്കെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു വരുന്ന സമയത്ത് വളരെയേറെ കാലം കാര്യമായ കൂട്ടങ്ങളൊന്നും ഇല്ലാതിരുന്നു. എന്നാൽ അതൊന്ന് ഒതുങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഒന്നിച്ചു കൂടി വന്ന് ഒരു കൺവെൻഷൻ നടത്താൻ ഇവിടെയുള്ള ഈ സഭ മുതിർന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സന്തോഷ് പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇവിടെയുള്ള സകല ദൈവജനത്തെയും വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ സന്തോഷം. എല്ലാവരെയും അധികം പരിചയം കാണുകയല്ലായിരിക്കാം, എന്നാലും നമുക്കൊന്നിച്ച് കാണാനും പരിചയപ്പെടാനും ഒക്കെ ദൈവം അവസരം നൽകിയിരിക്കുന്നു. നമ്മളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഇന്ന് നിങ്ങളോട് പങ്കിടാനായിട്ട് എനിക്ക് നിയോഗമുള്ള ദൈവവചനത്തിലേക്ക് വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് ഈ രാത്രി ഞാൻ പ്രവേശിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് വചനത്തിലേക്ക് പോകാനുള്ള നിയോഗമുള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 14 and verse 10. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? വേദപുസ്തകത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എല്ലാ മനുഷ്യരും ഉത്തരം പറയേണ്ട ഒരു ചോദ്യം. ഇത് ബാധകമല്ലാത്ത ഒരു മനുഷ്യരും അഖിലാണ്ടത്തിലില്ല. അങ്ങനെ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ സൃഷ്ടിയുടെ അവസാനം വരെ ബാധകമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ള വാക്യമായിരിക്കും. യോബിൻ്റെ പുസ്തകത്തിലെ ഈ ഒരു ചോദ്യം അവിടെ പറയുന്ന ആ പ്രയോഗം ഒന്ന് നോക്കൂ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. പുരുഷനോ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. അതാണായാലും പെണ്ണായാലും. മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആ വാക്യം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കോളൂ. അവിടെ പറഞ്ഞിട്ടുണ്ട് പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. Man dies and wastes away. മനുഷ്യൻ മരിക്കുന്നു. His body is put in the ground and it is decayed. പക്ഷെ അടുത്ത ചോദ്യം, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം. ഇത് കാലെ കൂട്ടി ചിന്തിക്കണം, മനുഷ്യൻ അറിഞ്ഞിരിക്കണം എന്നാണ് വചനം നമ്മോട് പറയുന്നത്. അതായത് മരണത്തിനപ്പുറമുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി അതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മനുഷ്യൻ ഇവിടെ ജീവിക്കേണ്ടതാണ്. ഇത് ഞാൻ പറയുമ്പോൾ അല്പം ഒരു മുഖവരിയായിട്ട് പറഞ്ഞാൽ, മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്, അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം അമേരിക്കയിൽ ഇങ്ങോട്ട് വന്നേനല്ലേ. അല്ലെങ്കിൽ ജീവിക്കാൻ നമുക്ക് സ്ഥലം ഇന്ത്യയിലുണ്ടായിരുന്നു, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ മെച്ചമായ എന്തൊക്കെയോ ഇവിടെ ഉണ്ട് എന്ന ഒരു തോന്നലിലാണ് നിങ്ങളാരും ഇവിടേക്ക് വന്നത്. ഞാനും ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന ആളാണെങ്കിലും ഞാനും ഒത്തിരി കാലം മുമ്പ് രാജ്യത്തെ കുടിയേറിയ ആളാണ്. പക്ഷേ ഞങ്ങളുടെ
വേല ഇവിടെ അല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ സ്ഥിരം താമസിക്കുന്നില്ല എന്ന് മാത്രം. അപ്പം അങ്ങനെ മെച്ചം ഉദ്ദേശിച്ച് ഇവിടേക്ക് വന്നു. മെച്ചം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ നമ്മൾ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്? മേ ബി മെച്ചമായ ഭക്ഷണം, കുറേ കൂടി സൗകര്യമായൊരു വീട്. അതുപോലെ ഇന്ന് ഇന്ത്യയിലും മനുഷ്യർക്ക് നല്ലൊരു വീടുണ്ടെന്നുള്ളത് നമുക്കറിയാം. നമുക്കും പലർക്കും ഉണ്ടാവും നാട്ടിൽ നല്ല വീടുകൾ. എന്നാലും കുറച്ചുകൂടെ മെച്ചമായൊരു സൗകര്യം, ജോലിക്കുള്ള കുറച്ചുകൂടെ മെച്ചമായ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളെ ഇവിടെ കൊണ്ടുവന്നാൽ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാവും എന്നൊരു ചിന്ത. ഒത്തിരി പേര് വന്ന മക്കൾക്ക് വേണ്ടിയാണ്. അപ്പം മക്കൾക്ക് അങ്ങനെ മെച്ചമായൊരു ഭാവി. അപ്പം നാളത്തെ ദിവസം മെച്ചമാക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നു. വന്ന സമയത്തൊന്നും ആദ്യം ജീവിതമൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അല്പം ബുദ്ധിമുട്ടുള്ളതായിരുന്നു ജീവിതം. പക്ഷെ അതിൻ്റെ നടുവിലും അതെല്ലാം സഹിച്ച് നമ്മളിങ്ങനെ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആ മോട്ടിവേഷൻ നല്ല ഭാവി എന്നുള്ളതാണ്. ശരിയാണ്, നല്ല കാര്യമാണ്. ഏത് മനുഷ്യരും അങ്ങനെ മെച്ചം ഭൂമിയിൽ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ മെച്ചം എത്ര കാലം കാണും? കുറച്ച് കാലത്തേക്ക്, മരിക്കുന്നത് വരെ. അത്രേ പരമാവധി ഉണ്ടാവുകയുള്ളല്ലോ. ഇനി അറ്റം പോയാൽ മരിക്കുന്നവരെ. മരിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഇന്നത്തെ ലോകത്തിൽ എന്തുമാത്രം കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ഭീകരമായ സ്ഥിതികൾ ഒക്കെ നമ്മൾ കാണുന്ന ഒരു ലോകമല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ഇതിനെ അതിജീവിച്ച് ഒരു മെച്ചമായ ജീവിതം വേണമെന്ന് ഈ കുറച്ചു കാലത്തേക്ക് ആഗ്രഹിച്ചാൽ, അവ പരമാവധി മേ ബി ഒരു 70, 80, 90 ഇത്രയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. കുറച്ച് പേര് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാലം കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, മരിച്ചു കഴിഞ്ഞാലോ? മരിച്ചു കഴിയുമ്പം ജീവിതം മെച്ചമാകണം എന്നൊരാഗ്രഹം മനുഷ്യന് വേണമല്ലോ. അതാണല്ലോ ഇതിനേക്കാൾ പ്രധാനം. അതാണ് ഈ ചോദ്യം. അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു കാര്യത്തിന് ഉത്തരം അവിടെ തന്നെ പറയുന്നു. മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. പുരുഷൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അർത്ഥം? മരിച്ച ആളെന്ന് പിന്നെ പറയാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ നമ്മൾ വിളിക്കുന്നത് ശവം എന്നാണ്. ആ ശരീരം അത് പിന്നെ വെച്ചേക്കാൻ കൊള്ളില്ല. നമ്മളത് കൊണ്ടുപോയി കുഴിച്ചിടുന്നു. അതിനെന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്കറിയാം. അത് ദ്രവിച്ചു പോകുന്നു, അത് മണ്ണോട് ചേരുന്നു. പക്ഷെ അത്രമാത്രമല്ല മനുഷ്യനെന്ന് ലോകത്തിലെല്ലാ മനുഷ്യർക്കും അറിയാം. ഇനി അങ്ങനെ നിത്യതയെ സംബന്ധിച്ച് ചിന്തയില്ലാത്ത മനുഷ്യൻ പോലും, മനുഷ്യൻ മറ്റ് ജന്തുക്കളെപ്പോലെ ഒരുത്തനാണ് എന്ന് ധരിക്കുന്ന ആളുകൾ പൊതുവെ ഇല്ലല്ലോ. നാസ്തികരെ തന്നെ എടുക്കും. നാസ്തികർ അവർക്ക് ആത്മാവുണ്ടെന്നോ നിത്യതയുണ്ടെന്നോ ഒന്നും വിശ്വസിക്കാത്ത ആളാണ്. എന്നാൽ പിന്നെ ഒരു മൃഗത്തെ കുഴിച്ചിടുന്ന പോലെ എന്തുകൊണ്ട് മനുഷ്യനെ കുഴിച്ചിട്ടൂടാ? ആഫ്റ്റർ ഓൾ അവന് നിത്യതയില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് പിന്നെ അയാളുടെ ശരീരത്തിന് ഇത്ര വലിയ ബഹുമാനം കൊടുക്കണോ? മരിച്ച ശരീരത്തെ ബഹുമാനിക്കാത്തത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ എപ്പോഴും ഈ അടക്കത്തിനൊക്കെ പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ ഈ അടക്കത്തിനൊക്കെ പോകുമ്പോഴേ ആളുകളെ ഈ കുഴിയിലോട്ട്, ഈ ബോഡി കുഴിയിലോട്ട് ഇറക്കുമ്പോൾ കുറേ പേര് നിന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കും. കാരണം ഒരു കാരണവശാലും ഇത് തലകുത്തനെ വീഴരുത്, പെട്ടിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോയി ടപ്പോ എന്ന് പറഞ്ഞ് വീഴരുത്,
അങ്ങനെ ഇതെല്ലാം വളരെ ബഹുമാനത്തോടെ ആദരവോടെ കുഴിച്ചിടണം എന്ന് നിർബന്ധമാണ്. അതെന്താ കാര്യം? മനുഷ്യന് ബാക്കി എന്തിനേക്കാളും മൂല്യമുണ്ടെന്നുള്ളത്. Man is more precious, very important than any other animal എന്ന മനുഷ്യൻ്റെ ബോധ്യമാണ് ഈവൻ നാസ്തികരെ പോലും ഈ മനുഷ്യ ശരീരത്തോട് ബഹുമാനം കാട്ടാൻ പ്രേരിപ്പിക്കുന്നത്. എക്സാക്ട്ലി ദൈവവചനം അതല്ലേ പറയുന്നത്? മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് അതിനോട് ഈ ആദരവ്. ലോകമനുഷ്യനത് അംഗീകരിക്കില്ലായിരിക്കാം. ഇത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്, സ്വരൂപത്തിലാണെന്ന് അവർ അംഗീകരിക്കില്ലായിരിക്കാം. പക്ഷേ എന്നിട്ട് ഞാൻ എടുത്തു വയ്ക്കുകയാണ്, മനുഷ്യൻ ഈ വലിയ മൂല്യമില്ലെങ്കിൽ, ഇഫ് ഹി ഈസ് ജസ്റ്റ് an animal like any other animal, why do you honor a man more than a beast? It is because he is created in the image of God. His body is also very, very important. Not only his soul, his body is also very important. അപ്പം അങ്ങനെ ഈ മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, പുരുഷൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, അപ്പോൾ അവൻ്റെ ശരീരം ദ്രവിച്ചു പോകുന്നു. അടുത്തത്, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതിനപ്പുറത്തൊന്നുണ്ട് എന്നാണല്ലോ ആ പറയുന്നത്. കാര്യങ്ങൾ നമുക്ക് വ്യാപകമായിട്ട് അറിയാം. എന്നിരിക്കലും മറ്റൊരാളോട് പറയാനും കുറച്ചൊരു ലോജിക്കലായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അല്പം അതിനെ ഒന്ന് വിശദീകരിച്ചത്. നിങ്ങൾ ഏറെക്കുറെ എല്ലാവരും വിശ്വാസത്തിലാണെന്ന് എനിക്കറിയാം. എങ്കിലും അപ്പം മനുഷ്യൻ തന്നെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പം അവൻ എവിടോട്ടോ പോകുന്നു എന്നാണല്ലോ പറയുന്നത്. വിട്ടാൽ പിന്നെ അവൻ എവിടെ? അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ മരണം ഉണ്ടായിട്ടുണ്ടാവാം. എൻ്റെ വീട്ടിൽ പല മരണങ്ങളുണ്ടായി. എൻ്റെ അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരി മരിച്ചു. അവരുടെ ഫ്യൂണറലിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ രാജ്യത്തേക്ക് വന്നത്. അങ്ങനെ പല പല മരണങ്ങളുണ്ടായി. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ മരിച്ചാൽ, ഇപ്പോൾ അപ്പൻ മരിച്ചു, അല്ലെ അമ്മ മരിച്ചു, അല്ലെ ഭാര്യ മരിച്ചു, അല്ലെ ഭർത്താവ് മരിച്ചു, ഏറ്റവും അടുത്ത ആളിനോടായിരിക്കുമല്ലോ ഇതാദ്യം ഒന്ന് വിളിച്ചു പറയുന്നത്. ഏറ്റവും അടുത്ത ആളിനോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്തായിരിക്കും പറയുന്നത്? അമ്മ മരിച്ചുപോയി എന്ന് പറയുമോ? സാറിന് പറയാറില്ല. ആദ്യം പറയുന്ന വാക്കെന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമ്മ പോയി എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ പറയുള്ളൂ. അമ്മ പോയി എന്നേ പറയുള്ളൂ. റൈറ്റ്, അമ്മ പോയി. എൻ്റെ സിസ്റ്റർ ഇപ്പം മരിക്കുന്ന നേരം ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മൊമെൻ്റ് എന്നെ അവർ ക്യാമറയിൽ കാണിച്ചു. ലാസ്റ്റ് മൊമെൻറ്റ്സ്. അപ്പം മരിച്ചു എന്നങ്ങോട്ട് കൺഫേം ചെയ്യാറായിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ഷുവർ ഷി വാസ് ഗോൺ. അപ്പോൾ ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, ആരോടെങ്കിലും പറയണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ പറയേണ്ടത്? ഫൈനലി പറയാൻ അങ്ങനെ ഡെത്ത് ആരും പ്രൊനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എഴുതി, അവിടെ പേര് ദീനാമ എന്നാണ്. ദീനാമ സീംസ് ടു ഹാവ് ഗോൺ. അങ്ങനെയാണ് എഴുതിയത്. അവൾ പോയെന്ന് തോന്നുന്നു. അപ്പം എന്താ നമ്മൾ പറയുന്നത്? ആളങ്ങ് പോയി. അതിനകത്തുണ്ടായിരുന്ന ആളങ്ങ് പോയി. പിന്നെ ആ കിടക്കുന്ന ശരീരത്തെ ആരും ആളെന്ന് വിളിക്കത്തില്ലല്ലോ. മക്കളോ സ്വന്തക്കാരോ ഒക്കെ വന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് വിളിക്കുമായിരിക്കും. എന്നാൽ പെട്ടെന്ന് ആ വാക്ക് മാറിയിട്ട് ശവം എന്നല്ലേ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും അങ്ങനെ ഒന്ന് വിളിച്ചു പോയെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ് ഓൾ ഓഫ് എ സഡൻ ഒരു മോമെൻറ്റിൽ നിങ്ങൾ പറയുന്നത് ശവം.
ആൾ പോയി. അപ്പം ചോദ്യം, അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം അകത്തുണ്ടായിരുന്ന ആളങ്ങ് പോയി. ചോദ്യം ആളങ്ങോട്ട് പോയെന്നാണ് ഇവിടുത്തെ ചോദ്യം. മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, ശരീരം ദ്രവിക്കുന്നു. പക്ഷെ അകത്തിരിക്കുന്ന ആൾ പോയപ്പോഴാണ് ഈ ശരീരം മണ്ണിനേൽപ്പിച്ചു കൊടുത്തത്. ആ ആളെങ്ങോട്ട് പോയി? നമുക്ക് ഉത്തരം അറിയാം എന്ന് നമുക്ക് തോന്നാം. ശരിയാണ്, നമുക്ക് ഉത്തരങ്ങൾ അറിയാമായിരിക്കും. എങ്കിലും ഇതിനപ്പുറത്തുള്ള ജീവിതത്തെ സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും വേണം. ഈവൻ പൗലോസപ്പോസ്തലൻ പറഞ്ഞില്ലേ, വിശ്വാസികളോട് പറയുന്നില്ലേ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിച്ചു പോകാതിരിക്കേണ്ടതിന്. ചില മരണം വീട്ടിൽ ചെന്ന വലിയ നിലവിളിയും വലിയ അലറി നിലവിളിയുണ്ട്. പക്ഷെ പൊതുവെ ഈ രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ വീട്ടിൽ പൊതുവെ അതില്ല. ഞാൻ ഒരുപാട് മനുഷ്യരെ അടക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ തൊഴിലിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണിത്. പക്ഷേ ഇത്രയും കാലം ഞാൻ അടക്കാൻ പോയിട്ട് മേ ബി ഒരു 2 വീട്ടിലാണ് ഞാൻ അലമുറയിട്ടുള്ള നിലവിളി കേട്ടിട്ടുള്ളത്. 100 മനുഷ്യരെ അടക്കിയിട്ടുണ്ട്. പക്ഷെ 2 വീട്ടിൽ ഈ അലറി നിലവിളിച്ച പലരും ഒരു രക്ഷാനുഭവം പ്രാപിച്ചവരല്ല താനും. അല്ലാത്തവരാണ് ഈ ബഹളം മുഴുവൻ ആ വീട്ടിൽ വെച്ചത്. വളരെ സങ്കടകരമായ മരണം, അങ്ങനെയുള്ള അടക്കത്തിന് പോയിട്ടുണ്ട്. ഒരു പക്ഷേ വിങ്ങിപ്പൊട്ടുന്നുണ്ടാവാം, കണ്ണുനീരൊഴുകുന്നുണ്ടാവാം. എന്നാൽ ശാന്തതയോടെ ഈ അടക്കത്തെ അഭിമുഖീകരിച്ചത് ഞാൻ കണ്ടിരിക്കുന്നു. ഈ ബാക്കി അടക്കങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അതിന് കാരണം ഇതിനപ്പുറത്തെന്താണ് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമാണ്. അത് നമുക്കെങ്ങനെ അറിയാം എന്നാരെങ്കിലും ചോദിച്ചാൽ, മരിച്ചു പോയ ആരും എഴുന്നേറ്റ് വന്ന് ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും വന്ന് പറയാൻ പറ്റുകയില്ല. ശരിയാണ്. പക്ഷേ ക്രിസ്തു യേശു എന്ന ആൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്. സകലത്തെയും ഉണ്ടാക്കിയത് അവിടുന്ന്. പാതാളം അവിടുത്തെ നിർമ്മിതിയാണ്, ലോകം അവിടുത്തെ നിർമ്മിതിയാണ്, സകലവും അവിടുത്തെ നിർമ്മിതിയാണ്. അപ്പം സകലത്തെയും ഉണ്ടാക്കിയവന് നിശ്ചയമായിട്ടും ഇതെല്ലാം എന്താണെന്ന് ഭംഗിയായി വിശദീകരിക്കാൻ അറിയാം. ക്രൈസ്റ്റ് ജീസസ്, the maker of all, the creator of all, creator of everything. Because he is the creator of everything, he knows very clearly about everything in the universe. Everything. You talk about heaven, he came from heaven. He knows what is heaven like. He knows every details about heaven because he came from heaven. സ്വർഗത്തിൽ നിന്ന് അവൻ വന്നു. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണവും അവിടത്തേക്ക് അറിയാം. സ്വർഗത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ്റിയ ഒറ്റയാൾ യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരും സ്വർഗത്തെക്കുറിച്ച് വിശദീകരിച്ച് തരാൻ പ്രാപ്തിയുള്ളവരില്ല. സോ ഹി നോസ് ഇറ്റ്. യു ടോക്ക് അബൌട്ട് ദ ലൈഫ് ഹിയർ ഓൺ എർത്ത്, he came. Even though he is the creator, he knows everything about the universe, everything about the earth, everything about life. But he personally came to live on the face of the earth. He lived a life as a human being here, suffering every kind of suffering. ഭൂമിയിൽ എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച് ഭൂമിയിൽ ജീവിച്ച ഒരാളാണ് കർത്താവായ യേശു. അതുകൊണ്ട് ഭൂമിയുടെ ജീവിതത്തെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച്, തിരസ്കരണത്തെക്കുറിച്ച്,
അടിയുടെ വേദനയെ സംബന്ധിച്ച്, ആക്ഷേപത്തിൻ്റെ വേദനയെ സംബന്ധിച്ച്, ഏത് കാര്യത്തെക്കുറിച്ചും യു വാണ്ട് ടു നോ in detail, ask him. More than you, he knows it. About life after death, because he is the creator, he knows it. More than that, he died. He experienced death. He was buried. And the Bible says he went into the lower parts of the earth. When he died, he went into the Hades, into the lower parts. He has seen it. And he took a group of captives from the Hades, took them up to heaven. So if you want to know anything about Hades, he knows it. പാതാളത്തെക്കുറിച്ച് അറിയണമോ? ഈ പാതാളത്തിലേക്ക് യേശു മരിച്ചിട്ട് അടക്കപ്പെട്ടു. കല്ലറയിൽ വെച്ചു അവൻ്റെ ശരീരം. വേറെ ആരും കല്ലറയിൽ എഴുന്നേറ്റു പറയാനില്ല. പക്ഷേ യേശു എന്ന ഒരുത്തൻ കല്ലറയിൽ എഴുന്നേറ്റു എന്ന് പറയും. മാത്രമല്ല, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മരിച്ചവരുടെ ആത്മാക്കളുടെ അടുക്കലേക്ക് പോയി. അവിടെ ഒന്നൊരു കൂട്ടം ആളുകളെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആകയാൽ പാതാളത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അവിടത്തേക്ക് അറിയാം. അവിടെ നിന്നാണ് കൃത്യം പറയാൻ കഴിവുള്ള ആൾ, അധികാരമുള്ള ആൾ. Now final things, eternal things, അത് മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അവിടെ നിന്നാണ്. Everything about eternity is designed by him. What's going to happen in the future? He knows everything, every detail of it. അത് മുഴുവൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ കർത്താവായ യേശുവിനാണ് ഇത് മുഴുവനും മനുഷ്യന് വിശദീകരിച്ചാൽ കഴിവുള്ളത്. The only person, the only authoritative person to explain it is Jesus Christ. അവിടുത്തെ വാക്കുകളെ നമുക്ക് നോക്കാം. മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. പുരുഷൻ തൻ്റെ പ്രാണനെ വിട്ടാൽ, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അപ്പം ചോദ്യം, പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അതാണ് മനുഷ്യൻ അറിയേണ്ടത്. ഇതിനെ വിശദീകരിക്കുന്നൊരു ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. Luke 16, verse 19 to 31. This is a passage that all of you know, I believe. Almost all Christians must have learned it from Sunday school classes, but for some reason, this does not get into the brain of most of the Christians. For a group of Christians, it is in their understanding, but most of the Christians do not understand the most simple lesson that Jesus taught. It's surprising. Well, when I say it is surprising, മനുഷ്യന് ഇത് മനസ്സിലാവുന്നില്ല, മനുഷ്യന് തലേ കയറുന്നില്ല എന്ന് പറയുമ്പോൾ സർപ്രൈസിങ് ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ റീസൺ വേദപുസ്തകം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം it is to be spiritually discerned. Natural man does not comprehend the word. ഈ വേദപുസ്തകം ആക്ച്വലി വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഇത്രയും ലളിതമായ ഒരു പുസ്തകം നിങ്ങൾ വേറെ എവിടെ കാണും? നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എടുക്കും. നിങ്ങൾ ഈ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ, ഡു യു തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദി ടെക്സ്റ്റ് ബുക്ക് ഓഫ് യുവർ ചിൽഡ്രൻ? ഐ ഡോണ്ട് തിങ്ക് സോ. No, you don't. Some teachers might know it. Even they need training. അതേസമയം ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ. പഠിക്കാത്ത വലിയപ്പച്ചനും വലിയമ്മച്ചിക്കും ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്താലും അവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. സോ സിമ്പിൾ, വെരി വെരി സിമ്പിൾ. But at the same time, അതിന് കേവല സർഫേസ് മീനിങ് മാത്രമല്ല. There are more meanings into it. There are mysteries in it which no man can comprehend except through revelation.
That's the truth. Even if you study the whole Bible, read it again and again and again and again, read it all through your life, even then, you will not understand everything in it. അത്രയ്ക്ക് വലിയ മർമ്മങ്ങളും രഹസ്യങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. Another reason is, വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ സുവിശേഷം എന്ന വലിയ വെളിച്ചം, സുവിശേഷത്തിൻ്റെ പ്രകാശനം, ദൈവത്തിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം എന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ ഗ്ലോറിയസ് ഗോസ്പൽ. അതിങ്ങനെ ഷൈൻ ചെയ്യുന്നൊരു ഗോസ്പലാണ്. പക്ഷേ അത് ഗ്രഹിക്കാൻ സമ്മതിക്കാതെ ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യരുടെ മനസ്സ് കുരുടാക്കി. എന്ന് പറഞ്ഞാൽ, ലളിത ഭാഷയിൽ പറഞ്ഞാൽ, ഭൂമി സൂര്യൻ നല്ലപോലെ പ്രകാശിക്കുന്നു, നല്ല വെളിച്ചം, നട്ടുച്ച നേരം. പക്ഷേ കണ്ണുപൊട്ടിയവൻ ഇതുകൊണ്ട് എന്ത് ഗുണം? കണ്ണുപൊട്ടിയവന് വെളിച്ചമുണ്ടെന്ന് പറഞ്ഞിട്ട് അയക്ക് കാണില്ലല്ലോ, അയക്കെല്ലാം ഇരുട്ടല്ലേ. ഇതാണ് പിശാച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭൂമിയിലും സകല മനുഷ്യൻ്റെയും കണ്ണ് ഊത്തിപ്പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഒരാളും ദൈവത്തെ കാണാതിരിക്കത്തക്കവണ്ണം കണ്ണുകുത്തിപ്പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഈ മനുഷ്യന് ഈ വചനം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതാണ് ലോകത്തിൽ സംഭവം. ഈ സുവിശേഷം റീസണബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. യുക്തിക്ക് ചേരുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. It's foolishness to the people who perish. But does it mean that the gospel is foolish? No, it's not. It's not foolish. It's not foolishness. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയും, this is wisdom. This is the wisdom of God. Wisdom that man cannot comprehend. It's beyond comprehension, beyond understanding. അപ്പോൾ അത് ഭോഷത്വമല്ല. പക്ഷേ സുവിശേഷം റീസണബിളായിട്ട് മനസ്സിന് പ്രസൻറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിത്തിങ് ദാറ്റ് വി ബിലീവ്, our faith can be reasonably explained to the people. Because this is the wisdom of God. And this is true. This is practical. Everything in it is practical. അപ്പം അങ്ങനെയുള്ള സുവിശേഷമാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ആൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കർത്താവ് അവിടെ പറഞ്ഞത്. അറിയാവുന്ന സംഭവം. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് ഒന്ന് പോയാലോ. അതിനകത്ത് ചില കാര്യങ്ങൾ നോക്കിയിട്ട് ഈ കാര്യത്തിനൊന്ന് ഉത്തരത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. നാം വായിക്കുന്നത്, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ദെൻ നെക്സ്റ്റ് വേഴ്സ്, ലാസർ, നെക്സ്റ്റ് വേഴ്സ്, എന്നൊരു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. നോക്കൂ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇതാണ് യേശു പറഞ്ഞ പാഠത്തിൻ്റെ ആദ്യ ഭാഗം. നമുക്കറിയാവുന്നതുകൊണ്ട് എൻ്റെ ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകണ്ട. എനിക്ക് എൻ്റെ ചില വ്യാഖ്യാനങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ രണ്ടുപേര്, ഒരു മനുഷ്യൻ ധനവാൻ, അദ്ദേഹം മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ പോയത് പാതാളത്തിൽ. ധനവാന്മാരെല്ലാം പാതാളത്തിൽ പോകുന്നതാണോ എൻ്റെ അർത്ഥം? ഓ നോ, അതല്ല എൻ്റെ അർത്ഥം.
ഈ മനുഷ്യൻ തീരെ കൊള്ളരുതാത്തവനാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുവോ? നോ, അങ്ങനെ കൊള്ളരുതാത്തൊരു മനുഷ്യനായിരുന്നില്ല ആ മനുഷ്യൻ. നല്ല മനുഷ്യൻ, ഒരു പക്ഷേ നമ്മളിൽ പലരേക്കാൾ നല്ല മനുഷ്യൻ എന്ന് വേണം പറയാൻ. നമ്മുടെ വീട്ടുപടിക്കൽ ഇങ്ങനെ ഒരുത്തൻ വ്രണം നിറഞ്ഞവനായി നമ്മുടെ സ്ട്രീറ്റിലെങ്ങാനും കിടന്നാൽ, നായ്ക്കളും വന്നു പഴുപ്പും ജലവും എല്ലാം കൂടെ ചാടുന്നു, അങ്ങനെ ഒരുത്തൻ സ്ട്രീറ്റിൽ കിടന്നാൽ നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കുമോ? നമ്മൾ സിറ്റിയോട് പറയും ഇവനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറയും. കാരണം ഇത് ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ ഇവനോട് കിടന്നാൽ നമുക്കെല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവനെ അവിടെ നീക്കം ചെയ്യണമെന്നേ സാധാരണ ആരും പറയുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ ചെയ്തതോ, അയാളുടെ വീട്ടിൽ നിന്ന് ഈ പഴുപ്പും ജലവും ചാടുന്നവന് ഭക്ഷണം കൊണ്ടു കൊടുക്കുമായിരുന്നു. എ ഗുഡ് മാൻ, റിച്ച് മാൻ ബട്ട് എ ഗുഡ് മാൻ. മറ്റവൻ ദരിദ്രൻ, ഭിക്ഷക്കാരൻ എന്ന് പറയും. ഈസ് എ beggar. He needs somebody to give him food. He asks for food. It's a beggar. Does all poor people go to heaven? Is it what it means? No. No. Anyway, ഇവർ രണ്ടുപേരെ സംബന്ധിച്ചും അവിടെ നമ്മൾ വായിക്കുന്നത്, ലാസർ മരിച്ചപ്പോൾ അവനെ ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രയോഗം, ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് അവനെ കൊണ്ടു. വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണത്. അപ്പം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആളെ കൊണ്ടുപോകുവാൻ ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ടെന്ന്. അവരുടെ അകമ്പടിയോട് അവർ പോകും. ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ എബ്രായ ലേഖനം 1:14 വായിച്ചാൽ നമുക്ക് ദൂതന്മാരുടെ കാവലുണ്ടെന്നുള്ള വായിച്ച ഓർമ്മയുണ്ടോ? സങ്കീർത്തനത്തിൽ വായിച്ച ഓർമ്മയില്ലേ? നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം നിന്നെ ദൂതന്മാർ കൈകളിൽ കാത്തുകൊള്ളും. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ സുരക്ഷിതത്തിന്, ഫോർ ആർ പ്രൊട്ടക്ഷൻ, ഏഞ്ചൽസ് ആർ അപ്പോയിന്റഡ്. They keep us, they watch over us. And when the saints die, they fear that what has happened here is angels came and took him to Abraham's bosom. അപ്പോൾ ദൂതന്മാർ വന്ന് കൊണ്ടുപോകും. അതൊരു വലിയ പദവിയാണ്. അങ്ങനെ മരണസമയത്ത് കണ്ടവരും അനുഭവിച്ചവരും പലരുണ്ട്. എല്ലാവരുടെയും മരണം നമുക്കറിയില്ലായിരിക്കാം, നമ്മളെല്ലാവരുടെയും മരണം കണ്ടിട്ടില്ല. എന്നാൽ ചിലരുടെ മരണത്തിൽ അങ്ങനെ സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ആളെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു. ആ മരണസമയത്ത് എൻ്റെ ഭാര്യയൊക്കെ അടുത്തുണ്ട്. ഞാൻ അന്നേരം നാട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഇൻഫാക്ട് പ്രതീക്ഷിച്ചതാണ്. കുറേ നാൾ രോഗിയായിരുന്നു, ഒരുപാട് ഡയാലിസിസ് നടത്തി, ഹാർട്ട് സർജറി കഴിഞ്ഞു, അങ്ങനെ മെനി പ്രോബ്ലംസ്. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് പോകാൻ നേരം ഇവരെല്ലാം അടുത്ത് നിൽക്കുകയാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എൻ്റെ വൈഫുണ്ട്, വേറെ സഹോദരങ്ങളൊക്കെ അവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്. ആളിങ്ങനെ തല പൊക്കി ഇറത്തി വെച്ച് കൈയാട്ടി വിളിക്കുകയാണ് വരാൻ, അടുത്ത് വരാൻ. അപ്പോൾ വായെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. അതല്ല അദ്ദേഹം നോക്കുന്നത്, ഇനി ആരോ വരണമെന്ന്. അങ്ങനെ ആൾ വന്ന ആളങ്ങ് പോയി. ബ്യൂട്ടിഫുൾ ഡെത്ത്. ദൂതന്മാർ വന്ന് കൊണ്ടുപോകുന്ന, അകമ്പടി സേവിച്ച് കൊണ്ടുപോകുന്ന ആ മണ്ഡലം എന്ന് പറയുന്നത് ഊഹിക്കാമോ? Such a beautiful end of human life on the face of the earth. അപ്പോൾ ഇവനെ ദൂതന്മാർ വന്ന് കൊണ്ടുപോയി. ദൂതന്മാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പം മറ്റവരെയും കൊണ്ടുപോകാൻ ആൾ വരുമായിരിക്കും, അവർക്കുള്ള ദൂതന്മാർ വരുമായിരിക്കും. കേട്ടിട്ടില്ലേ നാടൻ ഭാഷയിൽ കാലം വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക്ഷേ അതിന് ദൂതന്മാർ വരുമായിരിക്കും കൊണ്ടുപോകാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മനുഷ്യൻ, സോക്കോൾഡ് വിശ്വാസിയൊക്കെയാണ്,
പക്ഷെ മഹാപ്രശ്നക്കാരനായിരുന്നു. ചെയ്യാവുന്ന ദോഷം എല്ലാം ചെയ്തിട്ടുണ്ട്. മരിക്കാൻ നേരം അവസാനം ഒരു നിലവിളി, ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കല്ലേ എന്നൊരു നിലവിളി മരിക്കാൻ നേരം. കാലം വന്ന് കാണും കൊണ്ടുപോകാൻ. അപ്പോഴാണ് അയാളുടെ നിലവിളി. That's the last moment. ഒരാളെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. അബ്രഹാമിൻ്റെ മടി, വാസ്തവത്തിൽ എന്താണ് ഈ അബ്രഹാമിൻ്റെ മടി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അറിയാവോ? അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതാർത്ഥം ഞാനങ്ങ് പറയാം. അവിടുത്തെ ഭാഷയുടെ ലളിതാർത്ഥം. അബ്രഹാം എന്ന് പറയുന്ന അവരുടെ പൂർവ്വപിതാവാണ്. ഇസ്രയേലിൻ്റെ പൂർവ്വപിത, their ancestor, their father is Abraham. അപ്പൻ്റെ മടിയിൽ പോയിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അടുപ്പിച്ചടുപ്പിച്ച് പ്രായമുള്ള 2 പിള്ളേരുണ്ടെങ്കിൽ അപ്പൻ്റെ മടിയിൽ കയറിയിരിക്കാൻ വഴക്കമുണ്ടാവും. അപ്പം അത് ഭയങ്കര സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. തന്നെയല്ല, they feel that it is a place of security. അപ്പൻ്റെ മടിയിലിരിക്കുന്ന കൊച്ചിനൊരു പേടി ഉണ്ടാവില്ല. പിന്നെ പുറത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ അപരിചിതരെ കണ്ടാൽ പേടിച്ചെന്ന് വരാം. അതേസമയത്ത് അപ്പൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന ഒരു കുട്ടി ആരെ കണ്ടാലും പേടിക്കുകയില്ല. നീ വരുന്നവനെന്ന് വരട്ടാൻ നോക്കിയാലും അയാൾ പേടിക്കുകയില്ല. കാരണം അപ്പൻ്റെ മടി സുരക്ഷിതത്വത്തിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഹി വാസ് ടേക്കൻ ടു എ പ്ലേസ് ഓഫ് സെക്യൂരിറ്റി. അങ്ങനെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മറ്റേ ആളിനെക്കുറിച്ച് പറയുന്നത് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. പാതാളത്തിലേക്ക് പോയി. ധനവാന്, നല്ല മനുഷ്യൻ, പക്ഷേ ഈ നന്മയൊക്കെ ചെയ്തെങ്കിലും നന്മ കൊണ്ട് മാത്രം ഈ നല്ല സ്ഥലത്ത് പോകാൻ പറ്റില്ല. അതിന് മനുഷ്യജീവിതത്തിൽ എടുക്കണമെന്ന് വചനം പറയുന്ന തയ്യാറെടുപ്പുകളുണ്ട്. ആ തയ്യാറെടുപ്പില്ലാതെ ആർക്കും ചെന്നുപെടാൻ പറ്റില്ല. അങ്ങനെ പാതാളത്തിലേക്ക് പോയി അവിടെ യാതന അനുഭവിക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. നമ്മുടെ ഈ ക്രിസ്തീയ ലോകത്തിൽ തന്നെ പല പല ഉപദേശങ്ങളാണ് ഈ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള പല പല ഉപദേശങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം വളരെ വ്യക്തമായി ഇത് ലളിതമായി പഠിപ്പിക്കുന്നെങ്കിലും ഒരുപാട് ക്രിസ്ത്യാനികൾ ഇന്നത് മനസ്സിലാക്കിയിട്ടില്ല. ഇറ്റ്സ് എ സ്ട്രേഞ്ച് തിങ്, ബട്ട് ദാറ്റ്സ് ദ ട്രൂത്ത്. അപ്പം 2 സ്ഥലമുണ്ടെന്നൊക്കെ ആളുകൾക്കറിയാം. സ്വസ്ഥതയുടെ സ്ഥലമുണ്ടെന്നും ദണ്ഡനത്തിൻ്റെ സ്ഥലമുണ്ടെന്നും എല്ലാ മനുഷ്യർക്കും അറിയാം, എല്ലാ മതത്തിലും അറിയാം. അതുകൊണ്ടാണല്ലോ ഈ മരിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ മരിച്ചു കഴിഞ്ഞും വെച്ചേ കുറേ ആളുകൾ, ഈ അവിശ്വാസികളായ ആളുകൾ വന്ന് മരണത്തിന് വന്ന് അനുശോചനമൊക്കെ പറയുമല്ലോ. അപ്പോൾ പറയുന്നൊരു കാര്യമല്ലേ, ആത്മാവിന് നിത്യശാന്തി നേരുന്നു നമ്മുടെ വീട്ടിലും വന്ന് പറയാറില്ലേ? സാധാരണ ക്രിസ്ത്യാനികളുടെയും എല്ലാ ജാതിക്കാരുടെയും വീട്ടിൽ പറയുന്നൊരു വാക്കല്ലേ അത്. മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അപ്പോൾ പ്രാർത്ഥനയെല്ലാം എന്തിനാണ്? നിത്യശാന്തിക്ക് വേണ്ടിയാണ്. അപ്പം നിത്യശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുകൂടെ ചിന്തിച്ചിമ്മച്ചെന്ന് പറഞ്ഞാലോ, അതിൻ്റെ അർത്ഥം ഈ പുള്ളി പോയത് നിത്യശാന്തി ഉള്ളിടത്തായിരിക്കാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് നിത്യശാന്തി ഉള്ളിടത്തേക്ക് ഇദ്ദേഹത്തെ ഒന്ന് കൊണ്ടുപോകണം. അപ്പം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോൾ ആളുകളുടെ ചിന്ത, പല വിശ്വാസങ്ങൾ, ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടരുടെ ചിന്ത, ഒരു 40 ദിവസം കഴിഞ്ഞിട്ട് ഈ ആത്മാവ് പോയി ഒന്ന് സെറ്റിൽ ചെയ്യുള്ളൂ എന്നാണ്. 40 ദിവസം ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം 40ാമത്തെ ദിവസം ഇയാളെ പറഞ്ഞ് അങ്ങ് ഫൈനലി വിടണം. അതിനുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്, 40 ദിവസം സ്പെഷ്യൽ ചടങ്ങുകളൊക്കെ ഉണ്ട് പറഞ്ഞു വിടാൻ. എന്താണാവോ ഇതിൻ്റെ ന്യായം? യേശുക്രിസ്തു 40ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നാണ് അതിൻ്റെ ന്യായമെങ്കിൽ, യേശു മരിച്ചവരിൽ നിന്ന് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം ഭൂമിയിൽ പലത്തും പ്രത്യക്ഷപ്പെട്ട് ജീവനോടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്ന് മാത്രമല്ല,
കർത്താവ് യേശു പറഞ്ഞ ഒരു പ്രയോഗം നമ്മൾ ഒന്ന് നോക്കിയാലോ? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം, Luke 23 and verse 43. Luke 23 and verse 43. യേശുവിനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? യേശു ക്രൂശിൽ കിടക്കുന്ന സമയം വശത്ത് 2 കള്ളന്മാരെ കൂടെ ക്രൂശിച്ചിരുന്നു. അതിലൊരുത്തൻ മരിക്കുന്ന സമയത്തും പള്ളം പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്, യേശുവിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. മറ്റവൻ പറഞ്ഞു, ഹേ വൈരമിന്, നമ്മൾ ചെയ്ത ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യേശുവിനെ നോക്കി പറയാണ്, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് യേശുക്രിസ്തു പറഞ്ഞ മറുപടി? ഇതാണിത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇന്ന്. അപ്പം അവൻ്റെ പ്രാണൻ വിട്ടാൽ അപ്പോൾ തന്നെ അവൻ പർദീസയിലിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ശരീരത്തിൽ നിന്ന് പോയാൽ നേരിട്ട് അങ്ങ് പോവുകയാണ്, അല്ലാതെ ഇടയ്ക്കെങ്ങും തങ്ങി നിൽക്കില്ല എന്ന് മനുഷ്യനെ ഉണ്ടാക്കിയ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നു. മരണത്തെക്കുറിച്ച് അറിയാവുന്നവൻ പറഞ്ഞിരിക്കുന്നു, മരണം നിയോഗിച്ചവൻ പറഞ്ഞിരിക്കുന്നു, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നവൻ പറഞ്ഞിരിക്കുന്നു, സ്വർഗമുണ്ടാക്കിയവൻ പറഞ്ഞിരിക്കുന്നു, പാതാളമുണ്ടാക്കിയവൻ പറഞ്ഞു, സകലം ഉണ്ടാക്കിയവൻ പറഞ്ഞിരിക്കുന്നു. മരിച്ചാൽ അന്നേരം, ഇവിടുന്ന് വിട്ടാൽ ഉടനെ ആൾ പോവാണ്. എവിടോട്ട് പോകാൻ തയ്യാറായിരുന്നോ അവിടോട്ട് പോവാണ്. വെയിറ്റിംഗ് സ്ഥലമൊന്നും ഇല്ല. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. അപ്പോൾ പോകുന്ന 2 സ്ഥലത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, 1 അബ്രഹാമിൻ്റെ മടി, 2 പാതാളം. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുമ്പോൾ ഒരല്പ വിശദീകരണം കൂടെ ഞാൻ യേശുവിൻ്റെ ഈ വാക്കും കൂടെ ചേർത്ത് വരുമ്പോൾ പറയണം. യേശു പറഞ്ഞ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നതല്ലോ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? പാതാളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പാതാളം ഭൂമിയുടെ അടിയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, വചനം പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 4:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനത്തോളം കൃപ ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യേശുവിനെ കുറിച്ച് പറയാൻ, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അടുത്ത വാക്യം, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? കേവലം അടക്കത്തെക്കുറിച്ചല്ല പറയുന്നത്, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അപ്പം ഇറങ്ങിയവൻ കയറി സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അടുത്ത വാക്യം, അവൻ നേരത്തെയുള്ള വാക്യം, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പം ബദ്ധന്മാരെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കൊണ്ടുപോയി, പാതാളത്തിൽ നിന്ന് മേളിൽ കൊണ്ടുപോയി എന്ന്. പഴയ നിയമത്തിൽ ഭക്തന്മാർ മരിച്ചപ്പോഴും അവർ പാതാളത്തിലേക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം, Genesis 37:35. Where is this Hades? Where is this hell? The Bible says it is under the earth. It's the inner part of the earth. That's where the Hades, മലയാളത്തിൽ പാതാളം എന്ന് പറയുന്ന സ്ഥലം, it's the inside of the earth. Genesis 37:35. നോക്ക്, യാക്കോബ് പറയുകയാണ്, മോൻ മരിച്ചുപോയി എന്നുള്ള ധാരണയിൽ
മക്കൾ വന്ന് അങ്ങനെയൊക്കെ റിപ്പോർട്ട് പറഞ്ഞു. കള്ളമാണ് പറഞ്ഞത്, പക്ഷേ എന്നാലും യാക്കോബ് അങ്ങനെയാണ് വിശ്വസിച്ചത്, അങ്ങനെ പറഞ്ഞത് അമ്മ മരിച്ചു പോയെന്ന്. അപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ ദുഃഖത്തോടെ എൻ്റെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുക്കൽ ഇറങ്ങും. പാതാളത്തിൽ ഇറങ്ങും. അപ്പോൾ ഭക്തന് മരിച്ചത് പാതാളത്തിലേക്കാണ് പോയത്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന്. അപ്പോൾ ആ സ്ഥലത്തെയാണ് വേദപുസ്തകം യേശു വിശദീകരിച്ചത് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ആ സ്ഥലം. എന്നാൽ അതിന് താഴെ ഒരു സ്ഥലമുള്ളത്. അതല്ലേ ഇപ്പം നമ്മൾ ഈ ധനവാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ധനവാൻ മേലോട്ട് നോക്കി അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം അബ്രഹാമും ധനവാനും ലാസറും ഒക്കെയുള്ള ആ കമ്പാർട്ട്മെൻറ്റിന് താഴെയുള്ളൊരു കമ്പാർട്ട്മെൻറ്റിലാണ് ധനവാൻ പോയത്. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ലൂക്കോസിൽ തന്നെ നമുക്കൊന്ന് തിരിച്ചു പോയി ചില വാക്യങ്ങളൊന്നും നോക്കാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞൊന്നും വേണ്ട, വചനത്തിൻ്റെ ആ കൃത്യ വിശദീകരണം എന്താണ് എന്ന് തന്നെ നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വന്ന ബാക്കി ഒരു മൊമെൻറ്റ്. നോക്കിയാൽ എൻ്റെ 23-ാമത്തെ വാക്യം, 16-23. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പോൾ അത് മേളിലാണ്. അബ്രഹാമിൻ്റെ മടിയെന്ന് പറയുന്ന ആ സ്ഥലം മേളിലാണ്, മറ്റത് താഴെയാണ്. സ്വല്പം കൂടെ വായിച്ചാലോ താഴോട്ട്? അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പം അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുക. മേളത്തെ തട്ടിൽ ആശ്വാസമാണ്, താഴത്തെ തട്ടിൽ വേദനയാണ്. മെയിൻ ഡിഫറൻസ്. വേറെ കാര്യങ്ങളുണ്ട്, എങ്കിലും പ്രധാനമായി പറഞ്ഞാൽ അബ്രഹാമിൻ്റെ മടിയിൽ ആശ്വസിക്കുന്നു, താഴത്തെ തട്ടിൽ വേദന അനുഭവിക്കുന്നു. അപ്പം തമ്മി കാണാം, തമ്മി തിരിച്ചറിയുന്നുണ്ട്. അവിടുത്തെ അനുഭവത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിട്ട് അങ്ങ് പോയതല്ല, അകത്തെ ആളാണ് പോയത്. ഈ അകത്തെ ആൾ കോൺഷ്യസ് ആണ്. ആ ലോകത്തിൽ കോൺഷ്യസ് ആണ്, ബോഡിയിൽ നിന്ന് അയാൾ പോയി. അപ്പം ആ ലോകത്തിൽ ആൾ കോൺഷ്യസ് ആയിരിക്കുന്നു, അയാൾ വേദന അനുഭവിക്കുന്നു. പിന്നെ 26-ാമത്തെ വാക്യം, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ വലിയൊരു പിളർപ്പുണ്ട്, എന്നുവെച്ചാൽ വലിയ അകലമുണ്ട്, തമ്മിൽ അടുക്കാൻ മേലാത്തൊരു വലിയ കുഴി ഇടയ്ക്കുണ്ട്. A big gap. There's in between these two places. There's a big gap. Nobody can cross it. Nobody is permitted to cross it. From one place to another place, no way. They cannot go. അപ്പം അങ്ങനെയുള്ള സ്ഥലം. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇനിയും മൂന്നാമതൊരു ഭാഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അത് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന് 9-ാം വാക്യം, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 2 പത്രോസ് 2-ാം അധ്യായത്തിന് 4-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള മെനി വേഴ്സ്, ഒരുപാട് വാക്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം മാത്രം ഒന്ന് നോക്കാം. 20-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ ഫൈനലി ഒരു ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യം, പിശാചിനെ പിടിച്ചൊരു 1000 ആണ്ടയ്ക്ക് ചങ്ങലയിട്ട് പാതാളത്തിൽ പൂട്ടും. അതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിരിക്കുന്ന ബോട്ടംലെസ് പിറ്റ് എന്നാണ്, അടിയില്ല കുഴി. അങ്ങനെ ഭയങ്കര ഭാവമുണ്ട്. എന്നല്ല യേശു മത്തായി സുവിശേഷം സഭ പണിയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം ഓർമ്മയുണ്ടോ?
ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതിനെ ജയിക്കില്ല. അപ്പോൾ പിശാചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ദി അണ്ടർ വേൾഡ്. ദാറ്റ് ഈസ് ദ ലോവസ്റ്റ് പാർട്ട്. ദാറ്റ്സ് ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ എ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് ആർ ബൗണ്ട്. 2 Peter chapter 2 verse 4, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. എന്ന് വെച്ചാൽ ഫൈനൽ ഡെസ്റ്റിനി അല്ല, ഈ പാതാളത്തിലാക്കി അവരെ ഇനി ഒരു ദിവസം ന്യായവിധിക്കായി അവരെ കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുക. ഇത് ഇടയ്ക്കുള്ള പ്രശ്നമാണ്, ഫൈനലല്ല. ഫൈനൽ വരുന്നു. അപ്പം അങ്ങനെ ഏറ്റവും അടിത്തട്ട് പാതാളത്തിൻ്റെ ആസ്ഥാനം, അതിൻ്റെ മുകളിൽ ഈ അബ്രഹാമിൻ്റെ മടി പോകാൻ പറ്റാത്ത ആളുകളുടെ സ്ഥലം. അപ്പോൾ അതിന് മുകളിൽ അബ്രഹാമിൻ്റെ മടി. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തിൽ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു? അതാണ് മുമ്പേ വായിച്ച വാക്യം. എഫേസ്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ക്രിസ്തു മരിച്ചപ്പോൾ പാതാളത്തിലേക്ക് ഇറങ്ങി, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മറ്റേ പ്രയോഗം കൂടെ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പർദീസ എവിടെയാണ്? 2 Corinthians chapter 12 verse 2 verse 3. 2 Corinthians 12 അധ്യായം അതിൻ്റെ 2-ാം വാക്യം 3-ാം വാക്യം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. നോക്കൂ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മറ്റേത് ഇറങ്ങിയെന്നാണ്, ഇത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തോളം. ദെൻ ശരീരത്തിടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. അപ്പോൾ പർദീസ എവിടെയാണ്? പർദീസ 3-ാം സ്വർഗത്തിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഉയരത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ ഈ ഒരു വ്യത്യാസം ഉണ്ടായി. നേരത്തെ പാതാളത്തിലേക്കാണ് ഈ ആത്മാക്കൾ പോരുന്നത്. പക്ഷേ ആ സ്ഥലം ഈ ദണ്ഡനത്തിൻ്റെ സ്ഥലമല്ല. ഈ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് സ്വസ്ഥതയുടെ സ്ഥലമാണ്, സുഖമുള്ള സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോൾ എംപ്റ്റി ചെയ്തു. അവിടുന്നാണ് ഈ ആത്മാക്കളെ കൊണ്ടുപോയി ഉയരത്തിൽ 3-ാം സ്വർഗത്തിൽ പർദീസയിൽ ഇരുത്തിയിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഈ 2 സ്ഥലങ്ങളെയും ഒന്നുകൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ചില കാര്യങ്ങൾ നോക്കാം. ഈ 2 സ്ഥലത്തെയും അനുഭവം എന്താണ്? മനുഷ്യൻ എന്താണ് അവിടെ അനുഭവിക്കുന്നത്? മരിച്ചു കഴിഞ്ഞ് എന്താണ് വാസ്തവത്തിൽ മനുഷ്യന് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ലാസറിനെ സംബന്ധിച്ച് തെളിച്ച് പറയുന്നു, അവനിവിടെ ആശ്വസിക്കുന്നു, പരമസുഖത്തിലിരിക്കുന്നു. മറ്റവൻ പറയുന്ന വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. 23-ാം വാക്യം, Luke 16 and verse 23. What is happening in the underworld just after the death? Immediately after the soul departs the body, what happens to the soul? The body is buried, it's gone to the earth, it is decayed, it becomes part of the earth. But what happens to the inner man, the real person? That's the real person. എന്താണ് സംഭവിക്കുന്നത്? വേഴ്സ് 23 ഒന്നുകൂടെ വായിക്കാമോ പ്ലീസ്? ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. നോക്കൂ, അതൊരു യാതനയുടെ സ്ഥലമാണ്. He is in torment. He's tormented in that place. It's a place of torment. അതൊരു വല്ലാത്ത വാക്കല്ലേ? യാതന എന്ന വാക്യം, ടോർമെന്റ് എന്ന വാക്യം. Verse 24. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അസഹനീയമായ ദാഹം അല്ലേ? വിരലിൻ്റെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി. അപ്പം അയാൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചില്ല, ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിനെ ഒന്ന് തൊടുവിക്കണം. എന്നാ ഇമാജിൻ ദിസ്. ഇയാളുടെ പടിപ്പരയ്ക്കലേ വ്രണം നിറഞ്ഞ് പഴുത്തളിഞ്ഞ് കിടന്നവനല്ലേ. ആ പണ്ടത്തെ കാര്യം ഓർമ്മ വന്നാൽ ഇയാളുടെ വിരലയിൽ ഒരു മുള്ള വെള്ളം മുക്കി തൊടിയിക്കുക എന്ന് പറയുന്ന ആശയം തന്നെ എന്തൊരു ഭയങ്കരമായിരിക്കും. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം, ഹൗ ഡെസ്പറേറ്റ് ഈസ് ദ സോൾ ദെയർ. സഹിക്കാൻ മേലാത്ത ദാഹം. ദെൻ
അതുകൊണ്ടും തീരുന്നില്ലല്ലോ. Verse 24, one more time. തണുപ്പിക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന ഞാൻ അനുഭവിക്കുന്നു. ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. I am in this flame. It's fire here. Fire. And again, അവിടെ വേദന അനുഭവിക്കുന്നു. കുറേ ആളുകൾ ലോകത്തിലെ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ ചെയ്യും. Because of the different pressures, pain, mental agony, maybe a death or something. They cannot bear it. So they commit suicide, thinking that their pain is over. But what really happens is they get into more pain, constant pain, terrible pain that will not end. That's what happens. ഈ അകത്തെ ആള് സുബോധത്തോടെ പോയിരിക്കുകയാണ്. അല്ലാതെ ആൾ അവസാനിച്ചില്ല. ബോഡിയിൽ നിന്ന് വിട്ടുപോയ ആള് ഈ സ്ഥലത്ത് അതിഭയങ്കര വേദനയിൽ കിടക്കുകയാണ്. Two places. One, a place of rest. Another, a place of terrible torment. A place of fire. A place of terrible thirst. Terrible thirst. Terrible thirst. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം, ഇവനെ ഒന്ന് വിട്ട് ഒരു തുള്ളി വെള്ളം എനിക്കൊന്ന് തരിക്കണം. എന്താണ് അബ്രഹാമിൻ്റെ മറുപടി? 25ാമത്തെ വാക്യം, verse 25. What is Abraham's reply to that? അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പോൾ നോക്കൂ, ബോധപൂർവമായൊരു ജീവിതം. അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീ വേദന അനുഭവിക്കുന്നു. വേദന അനുഭവിക്കുന്നു. Then, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർ കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. എത്ര സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞത്, പ്ലെയിനായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലല്ലോ, ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സോ സിമ്പിൾ, സോ പ്ലെയിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വന്നുപെട്ടാൽ ഇവിടുന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടാനൊരു വഴി ഇല്ല. ഇവിടുന്ന് ഒരുത്തനെ അങ്ങോട്ട് വിട്ട് നിങ്ങളെ ഒന്ന് സഹായിക്കാനും പറ്റുകയില്ല, നിങ്ങളെ ഒരുത്തനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റുകയില്ല. ഇതിനിടയ്ക്ക് വേറൊരു വാക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇത്ര വ്യക്തമായിട്ട് കർത്താവായ യേശു പഠിപ്പിച്ചിട്ടും ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സകല ജനവും ജാതിയില്ലാതെ മതമില്ലാതെ അവരെന്താ വിശ്വസിക്കുന്നത്? മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആളിനെ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന ഒരു ഇംപ്രഷൻ മനുഷ്യർക്ക് കൊടുത്ത്, ഒരു ഉപദേശം മനുഷ്യർക്ക് കൊടുക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്? ഇതല്ലേ ക്രിസ്ത്യാനിത്വത്തിൽ ഒരു വലിയ പങ്ക് ലോകത്തിൽ കാണുന്നത്? മനുഷ്യ, നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ രക്ഷപ്പെട്ടോണം, നീ ജീവൻ പ്രാപിച്ചോണം, നിത്യജീവൻ കരസ്ഥമാക്കാൻ ഇവിടെയാണ് സമയം എന്ന് സഭകൾ തെളിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ നിത്യജീവൻ പ്രാപിച്ചേനെ, നിത്യജീവൻ പ്രാപിച്ചേനെ. അത് സമ്മതിക്കാതെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളേറ്റു, സഭയ്ക്ക് അതിന് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സഭയല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് അധികാരപ്പെട്ടവൻ ഒറ്റ ഒരുത്തൻ, സ്വർഗത്തിൻ്റെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടത്തേക്ക് കയറ്റിവിടാൻ വേറെ ഒരാൾക്കും അധികാരമില്ല. അവിടുത്തെ വാക്ക് തെളിച്ച് പറയുന്നു, ദിസ് ഇസ് ഇറ്റ്. ആമേൻ. ഏത് മനുഷ്യരോടും തെളിച്ചു പറയേണ്ട സുവിശേഷം, രക്ഷിക്കപ്പെടുവാൻ
ജീവനോടിരിക്കുമ്പോൾ, സുബോധത്തോടിരിക്കുമ്പോൾ, നല്ല സുബോധത്തോടിരിക്കുമ്പോൾ, നല്ല പോലെ ശ്വാസം വിടുമ്പോൾ രക്ഷപ്പെട്ടോണം. ഒരു കാരണവശാലും nobody can help after you are departed. Nobody. No human being. അബ്രഹാമിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ അബ്രഹാം പറയുന്നു no way. No way. Jesus. 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 ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടക്കത്തിന് പോയി. എൻ്റെ വീട്ടിൽ ബഹുഭൂരിപക്ഷം പേരും പെന്തിക്കോസ്തുകാരാണ്. എന്നാൽ എൻ്റെ ഒരു അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഒരു മരുമോൻ, ഒരു ഫാമിലി, അനദർ ഫെയ്ത്ത്. അപ്പോൾ അടക്കത്തിന് ഞാൻ നടത്തിയാന്ന് പോയി. ഞാൻ ഈ പെന്തിക്കോസ്തിലെ പാസ്റ്ററാണെങ്കിലും എൻ്റെ മനസ്സ് ഇറ്റ്സ് വെരി ഓപ്പൺ. ഐ ടേക്ക് ഗുഡ് തിങ്സ് ഫ്രം എവറിവെയർ. അല്ലാതെ നമ്മൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ഐ എം ഓപ്പൺ. സോ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്നാം തരം പാട്ട് പാടുന്നു. നമ്മൾ പാടാത്ത തരം പാട്ട് പാടുന്നു. ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. അത് കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടിരുന്ന് വാക്യങ്ങൾ വായിക്കുന്നു. ഒന്നാം തരം വാക്യങ്ങൾ. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ മനോരത്തിൽ അങ്ങനെ വാക്യങ്ങളൊന്നും വായിക്കാറില്ല. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം, റീസണബിൾ, ഗുഡ് മെസ്സേജ്. ഐ എൻജോയ്ഡ് ഇറ്റ്. അതെല്ലാം കഴിഞ്ഞ ഫൈനൽ സെറമണി തുടങ്ങി. ഫൈനൽ സെറമണി തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. പറഞ്ഞിങ്ങനെയാണ്, കർത്താവേ, നിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിച്ച ഈ നിന്റെ ദാസനെ നീ പാതാളത്തിൽ വിടുകയില്ല. ഉറപ്പാണ്. പല ആവർത്തി അത് പറഞ്ഞു. വെരി ഗുഡ്. അവസാനം പറയുകയാണ്, എന്നാലും കർത്താവേ, അവനെ തിരുസന്ധിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അവനെ അതിൻ്റെ വാതുക്കലെങ്കിലും നിർത്തണമെന്ന്. I felt so sad. So sad. ഇത് ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഇങ്ങനൊരു ഡേഞ്ചർ ഉണ്ടെന്ന്? അല്ല, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വാക്കിനപ്പുറം പറയാൻ വേറെ ആർക്കൊരു വാക്കുണ്ട്? ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, സുവിശേഷം പരമലളിതമല്ലേ? സിമ്പിളല്ലേ? ഒരായുസ് മുഴുവൻ തന്നിട്ട്, ഇതിൻ്റെ വചനങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് തീർത്തു പറഞ്ഞാൽ പിന്നെ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുന്നത്? Are you not responsible for every one of your action, every one of your decision, every one of your words? Are you not responsible? You are. You are. Any human being is responsible for every action, every word. You are. വചനം തെളിച്ച് പറഞ്ഞ എത്ര വാക്യങ്ങൾ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2 Corinthians chapter 5 verse 10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ. ദാറ്റ്സ് ജസ്റ്റിസ്. ആയുസ് തന്നില്ലേ? ബുദ്ധി തന്നില്ലേ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിൽ മെച്ചമായി ജീവിക്കാൻ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. നിങ്ങളുടെ മക്കൾക്ക് മെച്ചമായി വിദ്യാഭ്യാസം കൊടുക്കണം, നിങ്ങളെക്കാൾ ഉയർന്ന നിലയിൽ നിങ്ങളുടെ മക്കൾ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചല്ലോ. നിങ്ങൾക്ക് അത്രയും വിദ്യാഭ്യാസം ഉണ്ടായില്ലല്ലോ. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? You wanted to improve in life, in your material life, in your physical life. You did not want to suffer. You wanted to make life more enjoyable. If that is the case, ഇതൊരു ദിവസം തീരുമല്ലോ ഇവിടെ. ഇതൊരു ദിവസം ഇവിടെ തീരുമല്ലോ. എന്നാൽ അപ്പുറത്ത് എന്നേക്കും ജീവിക്കേണ്ട ഒരു ജീവിതം ഭദ്രമാക്കുക എന്നുള്ളത് തൻ്റെ കടമയാണെന്നുള്ളത് അവനവൻ അറിയണ്ടേ? And the Bible very clearly teaches that it is impossible once you die. Absolutely impossible.
There is a place of rest that has to be chosen now. Now. That's why the gospel. That is the purpose of the gospel. Make secure your future. Reserve a place in heaven for yourself, for your family, for your children. വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോഴാണ് പിതാവേ, കേസ് അതാണെങ്കിൽ ദയവായിട്ട് ഇവനെ എൻ്റെ വീട്ടിൽ വരുന്നു വിടണം. ഞാൻ നാടൻ മലയാളത്തിലങ്ങ് പറയാണ്, ഞങ്ങൾ 6 പിള്ളേരായിരുന്നു, ഞാൻ ഒരുത്തം മരിച്ചു, ബാക്കി 5 പേരും ഉണ്ട് നാട്ടിൽ. അവർക്ക് ഈ പ്രശ്നം അറിയില്ല. സ്ഥിതി ഇതാണ്, ഈ സ്ഥലം ഇത്ര മോശമാണെന്ന് എൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ വിവരം ഒന്ന് പറയാൻ ഇവനെ ഒന്ന് പറഞ്ഞു വിടണം. I don't want my brothers come here. I don't want my mother come here. I don't want my father come here. This is unbearable. Nobody can afford it. Would you please let this man go to my home and tell my brothers, your brother is in terrible pain, terrible agony. He is tormented. He is in fire. Get out. പാതാളം മുഴുവൻ നിലവിളിയാണെന്നേ, വീട്ടുകാർക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. പാതാളത്തിൽ പോയ സകല മനുഷ്യരെ അലറി നിലവിളിക്കുകയാണ്. അവരുടെ പെയിൻ മാത്രമല്ല, അവർ വീട്ടുകാരെ ഓർത്ത് പാതാളത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഇവരോടൊന്ന് സുവിശേഷം പറയാൻ, അവരിന്ന് രക്ഷിക്കപ്പെടാൻ. Terrible pain, terrible pain. Weeping in Hades, weeping. അടുത്ത മറുപടി, അങ്ങനെ പരിപാടി പറ്റില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്ന വാക്യം തന്നെ അങ്ങ് വായിക്കാം. ഞാൻ എൻ്റെ വാക്ക് പറയുന്നതിനേക്കാൾ. അതിനവൻ എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, ഞാൻ നാടൻ മലയാളത്തിൽ അങ്ങ് പറയുകയാണ്, അവിടെ ഞാൻ ആളെ ആക്കിയിട്ടുണ്ട്. അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ, പ്രസംഗിക്കാൻ ആളെ ആക്കിയിട്ടുണ്ട്, അവർ പറയുന്നത് കേൾക്കട്ടെ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറുപടി, അബ്രഹാം പിതാവേ. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ, അബ്രഹാം പിതാവേ, ഞങ്ങളുടെ വീട്ടിൽ ഈ ആളുകളെ കയറ്റുകയില്ല. ഈ മോശ പ്രവാചകന്മാർ ഉപദേശിമാരെന്ന വർഗത്തെയൊന്നും ഞങ്ങളുടെ വീട്ടിൽ കയറ്റുകയില്ല. ഞങ്ങളുടെ വീട്ടിൽ വളരെ നാട്ടിലെ പ്രമാണികളായ വീട്ടുകാരാണ്. അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഈ വർഗത്തെ കയറ്റത്തില്ല. അതേസമയം ഇവനങ്ങോട്ട് ചെന്നാൽ കഥ തുറന്നു കൊടുക്കാൻ ആരും വേണ്ടല്ലോ. ഇയാൾ നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്യും. ഗേറ്റ് തുറന്നു കൊടുക്കാനും വാതിൽ തുറക്കാനൊന്നും ആൾ വേണ്ട. നേരെ അങ്ങോട്ട് മുറിക്കകത്തോട്ട് എന്നും വെച്ച് നിങ്ങളുടെ സഹോദരൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് അനുസരിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അയാളിങ്ങനെ ഭയങ്കര കഷ്ടത്തിലാണ്, നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും എന്നാണ് മറുപടി. അബ്രഹാം പിതാവിൻ്റെ മറുപടി, ആര് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. വിശ്വസിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെത്താൻ സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ മനസ്സുണ്ട്, വിശ്വസിച്ചോണം. ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ വയ്യാത്തവണ്ണം വലിയ കൂടിയ പുള്ളികൾ ഇത് കേൾക്കണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അത്ര കൂടിയ വീട്ടുകാരുണ്ടെങ്കിൽ കേൾക്കണ്ട, ഒന്ന് അനുഭവിക്കട്ടെ. ഇപ്പം ഞാൻ എൻ്റെ വാക്കല്ല കേട്ടോ, ഇത് കർത്താവിൻ്റെ വാക്ക് ഞാൻ പറയാം. ഞാൻ നാടൻ മലയാളത്തിലങ്ങ് പറയുന്നുള്ളൂ. അവനവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ അതിന് വേറൊരു ഭാഷയിൽ പറയാം. ദൈവം ജഡത്തിൽ വന്നല്ലോ. ദൈവം ശരീരമെടുത്ത് മനുഷ്യരുടെ വന്നല്ലോ. അവൻ ദൈവമാണെന്നറിയാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നല്ലോ. ആദ്യം യെരുശലേം പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് ഇതാണ്, ശപിക്കപ്പെട്ട പട്ടണം. ദൈവം ജഡത്തിൽ വന്നിട്ടും വിശ്വസിക്കാത്ത പട്ടണം.
ദൈവം ജഡത്തിൽ വന്നിട്ടും കൊന്നുകളഞ്ഞ പട്ടണം. അവിടുന്ന് ദൈവമാണെന്ന് അറിയാൻ വഴിയില്ലായിരുന്നുവോ? അവൻ കടലിന്മേൽ നടന്നപ്പോൾ, മനുഷ്യനാണെങ്കിൽ അവൻ കടലിന്മേൽ നടക്കുവോ? കാറ്റിനോട് നില്ലവിടെ എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് നിന്നത് അവൻ മനുഷ്യനാണെങ്കിൽ കാറ്റ് നിൽക്കുവോ? ഇല്ലല്ലോ. ലാസറെ പുറത്തുവാ എന്ന് മരിച്ചവനെ വിളിച്ചപ്പോൾ അവൻ നേറ്റു വന്നത് മനുഷ്യനാണെങ്കിൽ സംഭവിക്കുമോ? They had every reason to believe that he was the Son of God. It was evidenced. It was clear. They have seen it repeatedly. Again and again, they have seen the power of the Son of God manifest in his life. But they did not believe him. In spite of the fact that they have seen Son of God coming in the flesh, they did not believe it. No, they did not believe it. They said, we don't want him. Kill him. Crucify him. ഇതല്ലേ ആ ജനം വിളിച്ചു പറഞ്ഞത്? സുവിശേഷം വിശ്വസിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാരണമാവും. പക്ഷേ ഈ വചനം ദൈവത്തിൻ്റെ നിത്യമായ വചനമാണ്. We must know it. Our children must know. Our children must know what is life after death. They must learn about it. The moment the soul departs from the body, it's alive, it enters into a place. There are only two places. There are no intermediary places. ആത്മാവിന് ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് ഒരു കൂട്ടം ക്രിസ്ത്യാനികളും മറ്റ് ജാതികളും വിശ്വസിക്കുന്നിടത്ത് യേശുവിൻ്റെ ഈ വാക്ക് തെളിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒരു കാരണവശാലും സ്ഥലം മാറ്റം പറ്റില്ല എന്ന് തെളിച്ചു പറഞ്ഞിരിക്കുമ്പോൾ, as part of the message, life after death, I want to declare it. The way of salvation is when we are living in this body. നല്ല പോലെ ബുദ്ധിയുള്ളപ്പോൾ, സുബോധം നല്ല പോലെ ഉള്ളപ്പോൾ, സ്വതന്ത്രമായി ശ്വാസം വലിക്കുമ്പോൾ, ഭാവി ജീവിതം സെക്യൂറാക്കി കാണും. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ലോജിക്കലായിട്ട് ഞാൻ പറയുന്നത്, ഇഫ് യു നോ ടു മേക്ക് യുവർ ഫ്യൂച്ചർ ഹിയർ ഓൺ എർത്ത് സെക്യൂർ, ഇഫ് യു വാണ്ട് ടു മേക്ക് എൻ ഇംപ്രൂവ്ഡ് ലൈഫ് here on the earth, that is a life for eternity that will never end. It's years and years and years and years, millenniums and millenniums and no end. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്കുള്ളപ്പോൾ ആ ജീവിതം മെച്ചപ്പെടുത്താൻ, സുരക്ഷിതമായിരിക്കാൻ പരിശ്രമിക്കാനല്ലേ ഈ ജീവിതം? ഒന്നാലോചിച്ച് നോക്കൂ. എന്തിനാ ഈ പ്രാണൻ തന്നിരിക്കുന്നത്? കുറേ നാൾ തിന്നു കൂടിച്ച് കാശുണ്ടാക്കി നല്ല വീട്ടിൽ താമസിച്ച് പിള്ളേരെ ജനിപ്പിച്ച് പിള്ളേരെ വലിയ ആളാക്കി ചാവാനോ? വാട്ട് ഗുഡ് ഇറ്റ് മേക്സ്? വാട്ട് ഗുഡ് ഇറ്റ് മേക്സ്? നിങ്ങൾ തിന്നു കൊഴുപ്പിച്ച ശരീരം മൊത്തം ദ്രവിച്ചു പോവില്ലേ? ഉണ്ടാക്കിയ കാശ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കത്തില്ലല്ലോ, വല്ലവരും കൊണ്ടുപോകല്ലേ? വാട്ട് വിൽ അക്കംപനി യു? വാട്ട് വിൽ അക്കംപനി എനി ഹ്യൂമൻ ബീയിങ്? ആ കമ്പനി ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പോകാനുള്ള ലോകത്തിൽ സുരക്ഷിതമായൊരു ഇടമുണ്ടെങ്കിൽ. ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ജീവിതത്തിൽ കുറേ കാശുണ്ടാക്കും, കുറേ മക്കളെ വളർത്തും, മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കുകയും ചെയ്യുന്നതല്ല അൾട്ടിമേറ്റ് ഗോൾ. ബട്ട് യു മസ്റ്റ് ഡു ഇറ്റ്. ദാറ്റ് ഈസ് യുവർ ഓബ്ലിഗേഷൻ വൈൽ ഹിയർ ഓൺ എർത്ത്. ബട്ട് മോർ ദാൻ ദാറ്റ്, you must find a glorious place for your life after death and also for your children. It must be reserved. It must be secured. Last moment വരുമ്പോൾ ദൂതം വരണം നമ്മെ കൂട്ടിക്കൊണ്ട് ആ മഹത്വത്തിൻ്റെ സ്ഥാനത്തെ കൊണ്ടുപോകാൻ. ദൈവത്തിൻ്റെ ദൂതം വന്ന് കൊണ്ടുപോയാൽ what a beautiful life. പുരുഷന് മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇവിടുന്ന് പോയാൽ ഒരു കൂട്ടം ആൾക്ക് വിശ്രമമാണ്, സ്വസ്ഥതയാണ്. അതല്ലേ അവനിവിടെ ആശ്വസിക്കുന്നു. ദാനിയേൽ മരിക്കാൻ നേരം ദാനിയേലിനോട് പറഞ്ഞ ദൈവം പറഞ്ഞു വിട്ട യാത്രാമൊഴിയുണ്ട്.
Daniel chapter 12 and verse 13. ദാനിയേലേ, നീ പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പോയി വിശ്രമിച്ചുകൊള്ളുക. നീ ഒത്തിരി കാലം പണി ചെയ്തു. ഇറ്റ്സ് എ ലൈഫ് ഓഫ് റെസ്റ്റ്. കുറേ ആളുകൾ ധരിക്കുന്ന പോലെ പിന്നെ അവിടെ പോയി പണിയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഒന്നുമല്ല. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്. Revelation chapter 14 and verse 13. സ്വർഗത്തിലൊരു ശബ്ദം കേൾക്കുകയാണ്. Revelation 14 and verse 13. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അതെ, അവരുടെ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. അതാണ് മരണം. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വിശ്രമം. അല്ലാതെ ആളുകൾ ധരിക്കുന്ന പോലെ അവരവിടെ പോയിരുന്ന് പിന്നെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പണി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. There is no scripture which say that. ഒന്നുകൂടെ എന്നെ എടുത്ത് പറയുന്നു. മരിച്ചതിന് ശേഷം രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഈ സമൂഹങ്ങൾക്ക് എന്തെങ്കിലും ഇത് അൾട്ടിമേറ്റായിട്ട് ഇത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? 40 ദിവസം കഴിയുമ്പോൾ അങ്ങ് സെക്യൂർ ആകുമായിരുന്നെങ്കിൽ ഇടപാട് അന്നുകൊണ്ട് തീർന്നേനല്ലോ. പിന്നെ എന്തിനാ അടുത്താണ്ടിൽ ഈ സംഗതി കൊണ്ട് നടക്കുന്നേ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, the Bible is very reasonable. ന്യായമാണ് വേദപുസ്തകം, യുക്തിപരമാണ് വേദപുസ്തകം. When I try to preach, I try to be reasonable. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുള്ള പ്രസംഗമല്ല എനിക്കുള്ളത്. പണ്ടുതൊട്ടേ അങ്ങനെയാണ് എൻ്റെ രീതി. ഞാൻ പ്രസംഗിക്കാത്ത വിശ്വസിക്കാത്ത കുറേ പേര് ഇരിപ്പുണ്ടെന്നുള്ള തരത്തിലേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ. What I've seen is anything that we believe, the fundamental Christian belief, can be very well explained, reasonably explained. It's reasonable. അല്ല, നിങ്ങൾ പറയൂ, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നതല്ലേ ന്യായം? അതല്ലേ ന്യായം? അല്ല, ചത്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞതിൻ്റെ വിളിച്ചത് നിങ്ങൾക്ക് കണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ന്യായമാവുന്നത്? നിങ്ങൾക്ക് ബുദ്ധി തന്നില്ലേ? നിങ്ങൾക്ക് വിവേചന ശക്തി തന്നില്ലേ? സോ രാത്രി ഇത് പറഞ്ഞ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം തൻ്റെ പുത്രനെ അയച്ചതും ഈ സത്വർത്തനം എല്ലാ മനുഷ്യരോടും പറയണം. എല്ലാവരും ഉള്ള സത്യം അറിയണം. മരിച്ചു കിടന്ന് അവിടെ പോയി നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, പാതാളത്തിൽ ഭയങ്കര നിലവിളിയാണെന്നാണ് വചനം പറയുന്നത്. വേറെ ഒരുപാട് വാക്യമുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഭയങ്കര പല്ലുകടി, ദേഷ്യം, ആരിശം. എന്നാൽ ഒരു കൂട്ടർ പോകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂതൻ വരുന്നു, എതിരേറ്റും കൊണ്ടുപോകുന്നു, സ്വസ്ഥത അനുഭവിക്കുന്നു. തീർന്നില്ല, വരുന്നു ഇനിയൊരു കാലം. അതിനപ്പുറത്തൊരു കാലമുണ്ട്. നമുക്കെല്ലാവർക്കും ബാധകമായൊരു കാലം അപ്പുറത്തുണ്ട്. അതും അറിയണം. ആത്മജീവിതത്തിൻ്റെ ആവശ്യം എന്താണ് എന്നറിയണം. Why is your spiritual life important? How you should conduct it. To do that, you must know what is the life to come. The Bible very clearly teaches about this. No other book gives this explanation. No other book. ബാക്കിയെല്ലാം എന്താ പറയേണ്ടതെന്ന് പറയാൻ അറിയത്തില്ല അവർക്ക്. എന്തോ സംഭവിക്കുന്നു, അത്രേ പറയാൻ അറിയത്തുള്ളൂ. എന്തോ സംഭവിക്കുന്നു. ദൈവം അങ്ങ് ക്ഷമിച്ചേക്കാം. അല്ല, നീ പോയി ഇങ്ങനെ പലതരത്തിൽ വന്ന് അവസാനം എന്തോ ആവും എന്ന് പറയും. ഇതല്ല. മരിച്ചാൽ ആ മോമെൻറ്റിൽ വെരി ഷുവർ ആൻഡ് സർട്ടൻ, മരിക്കുന്ന നിമിഷം നീ എവിടെ പോകാൻ തയ്യാറായോ അവിടേക്ക് പോയിരിക്കും. ഈ പുറത്തെ ആളെ കൊണ്ടുപോയി കുഴിച്ചിടുകയുള്ളൂ. ഇയാളിനെ മാത്രമേ ചുട്ടുകരിക്കുകയുള്ളൂ. അകത്തിരിക്കുന്നവനെ ഇവിടെ ചുട്ടുകരിക്കാനോ അവസാനിപ്പിക്കാനോ മാർഗമില്ല. ആ മോമെൻറ്റിൽ, മരണത്തിൻ്റെ മോമെൻറ്റിൽ ഇയാൾ പോവുകയാണ്. ആമേൻ. ഈ പ്രത്യാശ തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ കൃപ നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം.
ഇതാണ് പാപം വിട്ട് ജീവിക്കാൻ നമ്മെ നിർബന്ധിക്കുന്ന കാര്യം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. Live in the light of eternity. Do not live the way you like. Live in the light of eternity. If you know what is going to be the future, in order to secure a bright future, live now. Conduct yourself now. Every action should be controlled now. Every words should be carefully used now. Every day of life should be used for the life to come. Life to come. ഒരു ജീവിതമുണ്ട് വരുന്നത് കേട്ടോ. വലിയ മഹത്വമുള്ളൊരു ജീവിതമുണ്ട്, ഭയങ്കര നാശമുള്ളൊരു ജീവിതമുണ്ട്. ലൈഫ് നൗ ഈസ് ടൈം ടു ചൂസ് ബിറ്റ്വീൻ ദിസ്. അല്ലാതെ കളിക്കാനുള്ളതല്ല, തിന്നു തീർക്കാനുള്ളതല്ല, കാശുണ്ടാക്കി തീർക്കാനുള്ളതല്ല. ഗോ ഹെഡ്, ഡു ഇറ്റ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ മാൻ ഇൻസൈഡ്. He will depart one day. Before that, make sure that he doesn't go into this tormenting place. Make sure. Way is open. കർത്താവ് ഇതിനല്ലേ വന്ന് വഴി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ബാ, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ, കൈക്ക് പിടിച്ചോളാന്ന് പറഞ്ഞില്ലേ, ദൂതന്മാരെ തരാമെന്ന് പറഞ്ഞില്ലേ, ഈ ജീവിതത്തിന് പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞില്ലേ, ഇതിന് നല്ല കൂട്ടായ്മ തരാമെന്ന് പറഞ്ഞില്ലേ, ഇതിന് ആത്മീയരായ മനുഷ്യരെ തരാമെന്ന് പറഞ്ഞില്ലേ, ഇതിന് പ്രാർത്ഥിക്കാൻ ഇവിടെ ഉണ്ട് മനുഷ്യർ, നിങ്ങളെ സഹായിക്കാൻ ഇവിടെയുണ്ട് ആത്മീയർ, കൃപയുള്ളവർ ഇവിടെയുണ്ട്, വെളിപ്പാടുള്ളവരുണ്ട്, ദർശനമുള്ളവരുണ്ട്. ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലും പിശാച് കൊണ്ടുവരുന്ന ഏത് നാശത്തിൻ്റെ മധ്യത്തിലും നേരിട്ടിറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവപുത്രൻ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കൂടെ നിന്ന് ഈ പിശാചിൻ്റെ കോട്ടകൾ ഇടിക്കാൻ ആത്മശക്തിയുള്ള മനുഷ്യരെ ദൈവം കൂടെ നിർത്തിയിട്ടുണ്ട്. I believe it and I know it. നശിപ്പിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തിയെ നില്ലവിടെ എന്ന് പറയാൻ ആത്മാധികാരമുള്ള മനുഷ്യരെ ദൈവം ഭൂമിയിലാക്കിയിട്ടുണ്ട്. ജീസസ്. വലിയ ആത്മശക്തിയിൽ ജീവിക്കുന്നവരുണ്ട്. ദുഷ്ടന്റെ ഏത് പ്രവർത്തികളോടും കൽപ്പിക്കാൻ അധികാരമുള്ള, അതിന്റെ പ്രവർത്തികളെ പിടിച്ചു നിർത്താൻ ശക്തിയുള്ളവരെ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഈ ആത്മജീവിതം നയിക്കാൻ പോയാൽ പിശാച് സകല ബലവും ഉപയോഗിച്ച് പോരാടിയേക്കാം, വീട്ടുകാരെ കൊണ്ട് എതിർപ്പിച്ചേക്കാം, ഒരുപാട് നാശങ്ങൾ ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ നടുവിലും പിശാചെ സ്റ്റോപ്പ് എന്ന് പറയാൻ എൻ്റെ ആത്മാധികാരം ഇതിനകത്തുണ്ട്. അതിൻ്റെ സകല പ്രവൃത്തികളെ അഴിക്കുന്ന ഒരു ശക്തി ഇതിനകത്തുണ്ട്. This life is a life of power. If people don't know it, this is a life of power. This is a conquering life. This is a life that overcomes every situation on the earth, every situation. Oh Jesus. പിശാചിനോട് മുഖത്ത് നോക്കി പറയാം, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, നിന്റെ പ്രവർത്തികൾക്ക് എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നിന്നെ ജയിച്ച കർത്താവായ യേശുക്രിസ്തു നിമിത്തം, നിന്നെ ആയുധവർഗം വെപ്പിച്ച കർത്താവായ യേശുക്രിസ്തു നിമിത്തം, അവിടുത്തെ ദിവ്യശക്തിയുടെ വ്യാപാരം നിമിത്തം ഞാൻ ജയിക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോവും. പിശാചേ, നീ നിന്റെ മുഴുപ്പാതാളവും കൊണ്ടി വന്നാലും നീ അവിടെ നിൽക്കത്തേ ഉള്ളൂ. എന്നെ തൊടാൻ നിനക്ക് അധികാരമില്ല. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഞാൻ മൂടപ്പെട്ടിരിക്കുന്നു, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, ആ കൃപയിൽ എന്നെ മറച്ചിരിക്കുന്നു. We become more than conquerors. Amen. So let me say one more time. Live in the light of eternity. Clearly know what is going to come in the future. And live in the light of it and enjoy the world to come. Get ready.
for the world to come. ഒരു ദിവസം നിങ്ങൾ ഇവിടുന്ന് പോകും, ഞാനും പോകും. ഒരു ദിവസം പോകും നമ്മൾ. പാട്ടുകാരൻ പാടിയതുപോലെ ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ സദാ സന്നദ്ധരായി നിന്നിരുന്നേ. ആത്മാവിൻ്റെ ഗീതത്തോടെ ജീവിക്കാം. Anybody not sure about that bright future here in this congregation tonight? Anybody? Get ready now, if you would. It's your choice. Your choice. Whether it be any member of this church, our children, or somebody from outside, whoever. Somebody watching online. This is the truth of God. Truth of God. ഇവിടുത്തെ ജീവിതമല്ല പ്രധാനം. ഇവിടുത്തെ ജീവിതം മരണം വരെയുള്ളൂ. കോവിഡ് വന്നപ്പോൾ ജീവന്റെ വളരെ ക്ഷണികത മനുഷ്യൻ കണ്ടു. ആർക്കും എത്തി നോക്കാൻ പറ്റാതെ എത്ര പേരെ അടക്കി. വീട്ടുകാർക്ക് ഒരു നോക്ക് കാണാൻ പറ്റാതെ എത്ര പേരെ അടക്കി. സങ്കടകരമായ കാഴ്ച നിങ്ങൾ കണ്ടു, ഞാൻ കണ്ടു. സങ്കടകരമായ കാഴ്ച. ഇത്രയേ ഉള്ളൂ ലോകം. ഓ റിഖമന ഹസ്സുരിയ. ആത്മജീവിതത്തിന്റെ കൃപയോടെ ജീവിക്കാൻ ദൈവം ഇന്നും നമ്മളെ വിളിക്കുന്നു. Do not trust in man, trust in the word of the Lord Jesus Christ, the eternal word. It will never change. What he said is 100% sure. That's what it is. It is the eternal word. And so I say one more time, any one of our youth, any one of our children, if you're not sure about the eternal life, if you have not surrendered your life fully to Christ, do it now. It's a good opportunity. Very good opportunity. ഹൃദയം തുറന്ന് ആത്മാവിനെ ദൈവത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിച്ച് ഒരു വാക്ക് ദൈവത്തോട് പറയുമോ? ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ഉറപ്പ് പ്രാപിച്ചവർ ഈ വലിയ ദാനനിമിത്തം ഹൃദയം തുറന്നൊന്ന് ദൈവത്തെ സ്തുതിക്കുക. ഇത്ര വലിയ രക്ഷ നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ. ദൈവം നൽകിയ ദാനം വിശ്വസിച്ച് അംഗീകരിച്ചത് മാത്രമല്ലേ നമ്മൾ ചെയ്തുള്ളൂ. എന്ന് മാത്രമല്ല, യേശുവിൻ്റെ കൂടെ വന്നുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായുള്ളൂ, നന്മയല്ലേ ഉണ്ടായുള്ളൂ. തകർക്കാൻ നിന്ന് എത്ര ദുഷ്ടശക്തിയുടെ മേൽ ജയം തന്നത് അതറിയാവുന്നവർ ഓർത്തു നോക്കൂ. Come on, lift your voice unto the Lord, giving glory and thanks to the Lord for the salvation that is imparted. രക്ഷയുടെ നിർണയത്തിനായി ദൈവത്തെ സ്തുതിക്കൂ. നമുക്കറിയാൻ മേലാത്തതല്ല, ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് അകത്ത് പറയുന്നു നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. An inner voice of the Holy Spirit giving confirmation to our spiritual experience. അല്ല, ഉറപ്പ് പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറയുമോ? Now, 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 Lord Jesus, I come to you. I depend in your grace. I need your salvation. Jesus, come into my heart. I surrender my life to you. You are its owner. You made me. My life is in your hands. You are the master of everything. It is more reasonable to give my life to you
then I handle it. Because I cannot handle it. I cannot handle every situation, but you are the Almighty God. You can handle any situation. Nothing is beyond your control. Anything will be under your thumb. രാത്രി ദൈവത്തോട് തുറന്നു പറയാനുള്ളവർ, come on in your heart. Say it now. Say it now. ആത്മാവിനൊരു വലിയ വ്യാപാരം ഇന്ന് രാത്രി നമ്മുടെ ഉള്ളത്തിൽ വരട്ടെ. ഈ ദേശത്തെ ഈ മൂടുന്ന ഇരുട്ട് നമ്മളെ മൂടരുത്. ഈ ദേശത്തെ മൂടുന്ന ദുഷ്ട ആധിപത്യം നമ്മളെ മൂടരുത്. ദണ്ഡിപ്പിക്കാൻ നിൽക്കുന്ന ശക്തിയുടെ വ്യാപാരം ഈ ദേശത്തുണ്ട്. തകർക്കാൻ നിൽക്കുന്ന ശക്തിയുടെ വ്യാപാരമുണ്ട്. പക്ഷെ അതിന് നടുവിലും പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചിനെയും അവന്റെ സകല പ്രവൃത്തികളെയും ജയിച്ചവൻ, ജയ ഉത്സവം കൊണ്ടാടിയവൻ, Come, Lord. Come, Lord. അവിടുത്തെയോട് ആ ഒരു വാക്ക് പറയാതെ ദയവായി ഇന്ന് രാത്രി ഇറങ്ങി പോകരുതേ. പ്ലീസ്, പ്ലീസ്. എല്ലാവരുടെ അന്തരംഗത്തിൽ ഇന്ന് രാത്രി ആ ഉറപ്പോടെ പോകാവേ. നമ്മളെ കൃപയിൽ നിന്ന് പിന്മാറ്റിയ എന്തെങ്കിലും ശക്തികൾ ഇന്ന് അവശേഷിക്കുന്നെങ്കിൽ, പാപത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി എൻ്റെ കെട്ടഴിച്ചിട്ടേ പോകാവൂ. അതോടിറങ്ങി പോവരുത്. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി എൻ്റെ കെട്ടഴിക്കാം. അവിടുത്തെ രക്തത്താൽ കഴുകപ്പെടാം. ദൈവകൃപയിലൊന്ന് ഏൽപ്പിച്ച് വിശ്വസിച്ച് ദൈവത്തിനായിട്ട് അർപ്പിച്ചാൽ മതി. ഓ റിഖമന ഹതുരി ബിഗദലെ ശംഭാര ദിചസ്തരി ബിഗദല ബൗഷ്യ. ഭീതി അയക്കുന്ന ഒരു ശക്തിയുടെ വ്യാപാരം ഈ ദേശത്ത് ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നത്, വിശ്വാസികളുടെ മേൽ വ്യാപരിക്കുന്നത്, കാരണമെന്തെന്ന് പറയാൻ അറിയാതെ തന്നെ ഒരു ഭീതി. ഇന്ന് രാത്രി അതിന്റെ ആധിപത്യം വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ നീങ്ങിപ്പോകട്ടെ. ചഞ്ചലിപ്പിക്കുന്ന ഒരു ശക്തി ഇന്ന് രാത്രി അത് നിർവീര്യമായി പോകട്ടെ. രാത്രി ആ ദുഷ്ടാത്മാവിനോട് യേശുക്രിസ്തുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിശ്വസിച്ച് യേശുവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരാളുടെ പേരിൽ പിശാചേ നിനക്ക് ആധിപത്യം ഇല്ല. നിന്റെ ചരക്കിനെ അവരുടെ മേൽ വിറ്റഴിക്കാൻ നിനക്ക് അധികാരം ഇല്ല. നിന്റെ പരിശ്രമങ്ങൾ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ശൂന്യമാണെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ആത്മാവിന്റെ വലിയ സ്വാതന്ത്ര്യത്തിന് ഇന്ന് രാത്രി ഈ സഭയെ ഏൽപ്പിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. ഇരുട്ടിന്റെ ശക്തികളെ നിർവീര്യമാക്കി കളയുന്ന ഒരു ബലത്തിന് വേണ്ടി ഇന്ന് രാത്രി ഈ കൂട്ടത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
രാത്രി സുവിശേഷത്തിന്റെ